നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു ഓലമട്ടയില്ലേ, അപ്പോൾ അത് വെച്ച് നമുക്കൊരു അടിപൊളി ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓലമട്ടലില്ലേ, അപ്പോൾ ആ ഒരു ഓലമട്ടൽ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ലൊരു മട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു ഗിറ്റാറിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഓരോന്നായിട്ട് ഇത് കണക്കൊന്ന് കൊത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടി ആ ഒരു ഭാഗം ഒന്ന് കൊത്തിയെടുക്കുക. അപ്പോൾ ആ ഒരു സൈഡിൽ ചെറിയ ഒരു അളവിലാണ് കൊത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ കൊത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കൊത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ഗിറ്റാറിൻ്റെ ടൈപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഗിറ്റാർ പോലെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു വരച്ച അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കത്തിയാൽ വെച്ച് നമുക്കൊന്ന് കൊത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കൊത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതേ കണക്ക് നമുക്ക് ജസ്റ്റ് ഇതാ ഇപ്പുറം കൂടി ഒന്ന് കൊത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് കൊത്തിയെടുക്കാം. അപ്പം നമ്മുടെ മട്ടൽ വെച്ചിട്ടുള്ള ഒരു ഗിറ്റാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ അതേ പെർഫെക്ഷൻ ഒന്നും വരില്ല, എന്നാലും ചെറിയ രീതിയിൽ മാത്രം വരും. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലൊന്നും നമുക്ക് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്കീസാണ്. അപ്പോൾ നമുക്കൊരു ടങ്കീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആണി വേണം. അപ്പോൾ നമുക്ക് ഏകദേശം ആണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ആണി ഇതേണക്കൊന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 3 ആണിയും ഇതേ കണക്കൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ടങ്കീസ് ജസ്റ്റ് ഇതൊന്ന് കെട്ടിയിട്ട് ജസ്റ്റ് ഇതെനിക്കൊന്ന് വലിച്ച് നമുക്ക് ആ ഒരു ഭാഗത്തൊന്നും കെട്ടിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ ഇതെനിക്കൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ 3ഉം ഇതേപോലെ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തീപ്പട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തീപ്പെട്ടി ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു തീപ്പെട്ടി നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ടങ്കീസിൻ്റെ അതിൻ്റെ അകത്ത് നമുക്കിത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ 1ഉം പിന്നെ അതുപോലെ തന്നെ അവിടെ 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗിറ്റാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ.